ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ കല്യാണമല്ല, കല്യാണത്തിൻ്റെ ഒരുക്കാരങ്ങളാണ് കേട്ടോ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അവിടെ ഉണ്ടല്ലോ ഹൽദിയൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഹൽദി എന്ന് പറയുമ്പോൾ ആർക്കും മഞ്ഞൾ കല്യാണം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഹൽദിയുടെ ഒരുക്കങ്ങളാണ് കേട്ടോ നടക്കുന്നത്. അതായത് ഹൽദി അല്ല, ഹൽദി ഫംഗ്ഷൻ്റെ മുൻപായിട്ട് അവർ ചെയ്യുന്നൊരു ചടങ്ങാണ് അന്ന് ഉപയോഗിക്കാനുള്ള മഞ്ഞൾ പൊടിക്കുന്നൊരു ചടങ്ങ്. അത് അവരുടെ തന്നെ വീട്ടിലാണ് അത് പൊടിക്കുന്നുണ്ടാവുക. അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് മഞ്ഞൾ പൊടിച്ച ആ മഞ്ഞളാണ് അവർ ഹൽദിയുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഗാനകാവോ? ഇത് പെണ്ണ് വീട്ട് കല്യാണമാണ് കേട്ടോ. പെണ്ണിൻ്റെ വീടാണിത്. അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. പാട്ട് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കായിട്ട് ഇട്ടിട്ടൊന്നുമില്ല, അവരെന്നെ പാടുകയാണ് പാട്ട്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോ, അതിൻ്റെ വോയിസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊക്കെ കല്യാണത്തിന് ചെന്നാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുറത്തുള്ള ആളുകൾ അവരുടെ കല്യാണമൊക്കെ കാണാൻ വന്നാൽ അവർ നമുക്കതിനെപ്പറ്റി പറഞ്ഞു തരുമൊക്കെ ചെയ്യും കേട്ടോ. കാരണം അവരുടെ ഫംഗ്ഷൻ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചോദിച്ചറിയുമ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കല്യാണപ്പെണ്ണ് എവിടെയെന്നൊന്നും ചോദിക്കരുത് ആരും, കാരണം അവർക്ക് അതൊന്നും ഇഷ്ടമാവില്ല എന്ന് വിചാരിച്ച് ഞാനത് വീഡിയോ എടുക്കാൻ പോയിട്ടുമില്ല. ജസ്റ്റ് ഞാൻ കണ്ടായിരുന്നു ആളെ. ഭയങ്കര തിരക്കുള്ള ഒരു സമയമായിരിക്കുമല്ലോ കല്യാണ ദിവസം, അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ കാണാനൊന്നും ആളെ കിട്ടിയില്ല കേട്ടോ. ജസ്റ്റ് ഞങ്ങളൊന്ന് വന്ന് കണ്ടു, അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗിലുണ്ട് ബാജിരി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ആ ബാജിരി കൊണ്ട് ഉണ്ടാക്കുന്ന റൊട്ടിയാണ് കേട്ടോ ഇത്. അവർ കല്യാണ ദിവസം ഇതാണ് അവരെ ഫുഡ്. കല്യാണ ദിവസം ഇതാണ് ഫുഡ് എന്ന് പറയുമ്പോൾ അവർ ഇങ്ങനത്തെ ഫുഡാണ് അവർ കഴിക്കുന്നത്. അവിടെ എല്ലാവരും കഴിക്കുക. അപ്പോൾ കല്യാണത്തിന് ഇതാണ് അവർ ഫുഡ്. ഞങ്ങളോട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നത്. ഞങ്ങൾക്ക് അതുകൊണ്ട് മഞ്ഞൾ പൊടിക്കുന്നതൊന്നും ഹൽദി കൂട്ടണമെന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ആ വീഡിയോ ഒന്നും ഇതിലില്ലാത്തത്. ഞങ്ങൾ വന്നപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിനെയും കൊണ്ടല്ലേ വരുന്നത്, അതുകൊണ്ട് സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. എല്ലാവരും ഒരുപാട് സംസാരിച്ചു കേട്ടോ. നമ്മൾ അവരെ ഫാമിലിയിലുള്ള ഒരാളെ പോലെയായിരുന്നു നമ്മളവിടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ ഒരു ഫംഗ്ഷൻ അന്ന് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ വള ഇട്ട് കൊടുക്കലാണ് കേട്ടോ. ഇവിടെ ചെക്കൻ്റെ കല്യാണത്തിനും പെണ്ണിൻ്റെ കല്യാണത്തിനും വള ഇട്ട് കൊടുക്കലുണ്ടാവുന്നതാണ് അവർ പറഞ്ഞത്. അതായത് അവിടെ വരുന്ന ആളുകൾക്ക്, അവരുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും വള ഇട്ട് കൊടുക്കുക, കല്യാണത്തിൻ്റെ ചൂടി ഇട്ട് കൊടുക്കുക എന്നാണ് അവർ പറഞ്ഞത്. വളക്ക് ബാങ്കിടാന്നാണ് കേട്ടോ പറയുക. ഞങ്ങൾ ചെന്നപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അന്ന് ഉള്ള ഫംഗ്ഷനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലായിടത്തും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. ഇനിയിപ്പോൾ അറിയണവരുണ്ടെങ്കിൽ പറയുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ ഇതിൻ്റെ ഒരു മുന്നേ ഇവിടെ ഒരു കല്യാണത്തിനും കൂടിയിരുന്നു. അന്നും കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നേ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ വളട്ട് കൊടുക്കലുണ്ടായിരുന്നേ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെയുള്ള കല്യാണത്തിനൊക്കെ പുറത്തുനിന്ന് എവിടെയെങ്കിലുമൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെയുള്ള കല്യാണത്തിന് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. എനിക്കിങ്ങനെ പുറത്തൊക്കെ പോയി ഓരോരോ കാര്യങ്ങൾ കാണാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കല്യാണത്തിന് അതുപോലെ തന്നെ ഇനി ഹൽദി നൈറ്റിൻ്റെയൊക്കെ ഫംഗ്ഷന് അവർ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് ഞാൻ ആ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനത്തെ ഫംഗ്ഷന് അതുപോലെ തന്നെ ഇവരുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ എങ്ങനെ ഓരോട് വർത്താനം പറയണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏതാ ഭാഷ എന്നൊക്കെ. ഇവിടെ മറാഠിയാണ് കേട്ടോ ഭാഷ, ഹിന്ദി ഉണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹിന്ദി സംസാരിക്കാൻ അറിയാം. മറാഠി മനസ്സിലാവും കുറച്ചൊക്കെ, പക്ഷെ പറയാനൊന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നു. അങ്ങനെ ചോദിച്ചവർക്കുള്ളൊരു റീപ്ലൈ കൂടിയാണ് കേട്ടോ അത്. പിന്നെ അവരെല്ലാവരും വള ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോടും വള ഇടണമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനത്തെ വളയൊന്നും യൂസ് ചെയ്യില്ല, പക്ഷെ എല്ലാവരും ഇട്ട് കണ്ടപ്പോൾ വളയുടെ ഒരു ഭംഗിയും കണ്ടപ്പോൾ എനിക്ക് ഇടാനൊരു താല്പര്യം തോന്നി. അപ്പോൾ ഞാൻ ആ ചോക്ലേറ്റ് കളറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനും അവിടുന്ന് വളയൊക്കെ ഇട്ടു. എനിക്ക് അവിടുന്ന് വളയൊക്കെ ഇട്ട് തന്നു.
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലുള്ളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളെ ഫോണിലേക്ക് വരുള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.